നിങ്ങളൊരു ഓവർ തിങ്കർ ആണോ എന്ന് അറിയാനുള്ള ചില ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എപ്പോഴും പഴയ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഭാവിയിൽ വരാൻ പോകുന്ന മോശം കാര്യങ്ങളെ പറ്റി മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിക്കുക. ചെറിയ തീരുമാനങ്ങൾ എടുക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടുക. ഉറക്കക്കുറവ് അനുഭവപ്പെടുക. വളരെയധികം ടെൻഷനും ആൻസൈറ്റിയും എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഓവർ തിങ്കിങ് കൺട്രോൾ ചെയ്യാൻ ചില വഴികളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു ഗ്രൗണ്ടിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളൊരു ലൂപ്പിൽ ഇങ്ങനെ ഒരേ കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോട്ടീസ് ചെയ്യുക. ഒരു 5 എണ്ണം. പിന്നെ നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിൽ അതിലൊന്ന് ഫോക്കസ് ചെയ്യുക. നമ്മൾക്ക് കേൾക്കുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോട്ടീസ് ചെയ്യുക. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഇതിനെയൊക്കെയാണ് നമ്മൾ ഗ്രൗണ്ടിങ് എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ പാസ്റ്റിലേക്കോ ഫ്യൂച്ചറിലേക്കോ പോയാണ് തിങ്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ തോട്ട്സിനെ നമ്മളൊരു പേപ്പറിൽ എഴുതി വെക്കുക. നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചിൻ്റെ അകത്തുള്ള ഒരു വെയിറ്റ് കുറഞ്ഞതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ നമ്മുടെ പ്രശ്നം ചെറുതാണോ വലുതാണോ എന്ന് നമുക്ക് ഒന്നും കൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ നോക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്ന വില്ലൻ നമ്മളിലേക്ക് വരുന്നത്. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കാര്യങ്ങളിൽ കൂടുതൽ നമ്മുടെ കരിയറൊക്കെ ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പരിധി വരെ ഓവർ തിങ്കിങ് കുറയ്ക്കാൻ പറ്റും.